ഒരു പ്രകൃതി സഹവാസ ക്യാമ്പിൽ ഈ ദിവസങ്ങളുണ്ടായിരുന്നു. 2 ഗെയിം ലൈക്കായിട്ട് തോന്നുന്ന കാര്യങ്ങൾ വെറുതെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒന്നിങ്ങനെ ആരംഭത്തിൽ തന്നെ അതിനെ ആനിമേറ്റ് ചെയ്യുന്ന സന്തോഷച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഈ കൂട്ടത്തിലുണ്ട്. ആ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളിങ്ങനെ പേരിങ്ങനെ കുറിയിട്ടെടുക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന പേര് ആരുടേതാണോ അയാളുടെ ഗാർഡിയൻ ഏഞ്ചലാകും. അങ്ങനെ തിരിച്ചാണ്. അത് രസകരമായിട്ടുള്ളൊരു കളിയായിട്ട് തോന്നി. ഈ കൂട്ടത്തിൽ നിന്നൊരാൾ എല്ലാ കാര്യങ്ങളും മറ്റയാൾക്ക് വേണ്ടി ഇങ്ങനെ പരമാവധി ഈസി ആക്കുക, അയാളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അടുപ്പിക്കുക. തണുപ്പൊക്കെ ഉള്ളൊരിടമാണ്, രാവിലെ ഒരു ബക്കറ്റ് വെള്ളം കോരി കൊടുത്തിട്ട് പോവുക. ഇതിങ്ങനെ ഒരു തരത്തിലും നിങ്ങൾക്ക് വിസിബിൾ അല്ല. ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൈമാറുക, അതുപോലും മറ്റാൾ വഴി കൈമാറണം. ഒരു രസമുള്ള കളിയായിട്ട് തോന്നി. ഒരു 48 hours നിങ്ങളോടൊത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ ആരോ ഒരാൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. അത് കൊടുക്കുന്നൊരു ഓണറുണ്ട്. എല്ലാത്തിൻ്റെയും ആ പ്രൊഫൈൽ ഒന്നുകൂടി ഇങ്ങനെ മീതേക്ക് പോകും. കാരണം 40 പേരിൽ ഒരാളാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ. പക്ഷെ അത് 40 പേരിൽ ആരും ആവാം. എനിക്ക് ആ കളി വളരെ ഭംഗിയായിട്ട് അനുഭവപ്പെട്ടു. അനുകമ്പയൊക്കെ വാസ്തവത്തിൽ അങ്ങനെ ഒരു വിശ്വാസമാണ്. ആരോ ഒരാൾ നമ്മുടെ മാലാഖയായിട്ട് കൂടുണ്ട്. അത് പിടുത്തം കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരോടും ഒരു റെസ്പെക്റ്റ് തോന്നും. രണ്ടാമത്തെ ഒരു കളി ഞാൻ തന്നെ ആനിമേറ്റ് ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ട്രഷർ ഹണ്ടിങ്ങാണ്. ഒരു കാര്യം ഒരു ഹോളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്, വളരെ വിലപിടിപ്പുള്ള. ഇൻഫാക്റ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഏറ്റവും കൗതുകകരമായൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്, ഈ അകത്തേക്ക് നിധി അന്വേഷിക്കാൻ പോയ ഈ മനുഷ്യരൊക്കെ ആരെങ്കിലും ഒരാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പ്രോബബ്ലി ആ നേരത്തെ കളിയിൽ അവരാരുടെ മാലാഖയാകുമെന്നൊക്കെ അവർക്ക് കുറികിട്ടിയ ആളായിരിക്കാം. മനുഷ്യനേക്കാൾ മൂല്യമുള്ള എന്തുണ്ട്? മാലാഖയേക്കാൾ നമ്മുടെ അനുകമ്പയെ തുടർന്നുനടത്തുന്ന എന്ത് ഭാവനയുണ്ട്? താങ്ക് യു.